കാസർഗോഡ് മഞ്ചേശ്വരത്ത് കടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറി വെടിയുതിർത്ത് വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു. ഈ കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ചിഗറുപാത സ്വദേശി വെടി സഫ്വാൻ എന്ന മുഹമ്മദ് സഫ്വാനാണ് പിടിയിലായത്. കുടുംബ വഴക്കിന്റെ ഭാഗമായാണ് വെടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. മഞ്ചേശ്വരം മിയാപദവ് ഭട്യപദവിലെ ജനറൽ സ്റ്റോർസ് ഉടമയായ ഷുഹൈബ് മൊയിൻ ഷെയ്ഖിനെ കടയിൽ കയറി ഭീഷണിപ്പെടുത്തി 2 തവണ വെടിയുതിർത്ത കേസിലാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ ഒരാൾ അറസ്റ്റിലാകുന്നത്. പട്ടാപ്പകൽ നടന്ന സംഭവത്തിന് പിന്നാലെ ഗുണ്ടാ സംഘം വീണ്ടും തലപൊക്കുന്നതായ ആശങ്ക ഉയർന്നിരുന്നു. 2 അംഗ സംഘം കാറിലെത്തിയാണ് വ്യാപാരിയെ ഭീഷണിപ്പെടുത്തിയത്. നിരവധി കേസുകളിൽ പ്രതിയായ മിയാപദവ് റഹീം, ഖാദർ, മദങ്കൽ എന്നിവരാണ് വെടിയുതിർത്തത്. ഈ സംഘത്തിലുണ്ടായിരുന്ന ആളാണ് പോലീസ് പിടിയിലായ മുഹമ്മദ് സഫ്വാൻ. ഷുഹൈബ് മൊയിൻ ഷെയ്ഖിന്റെ സഹോദരി ഭർത്താവ് അബൂബക്കർ സിദ്ദിഖും കേസിൽ പ്രതിയാണ്. വെടിവെപ്പ് നടന്ന സ്ഥലത്ത് മഞ്ചേശ്വരം പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയതിന് പിന്നാലെ ഫോറൻസിക് സംഘം എത്തി ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. വെടിവെപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകളും സാക്ഷിമൊഴികളും കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് പോലീസ് കരുതുന്നു. ഇതിനിടയിലാണ് ഒളിവിലായ പ്രതികളിൽ ഒരാൾ പിടിയിലായത്. കുടുംബ വഴക്കിന്റെ ഭാഗമായാണ് ഭീഷണി ഉണ്ടായതെന്ന് നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ തോക്കുപയോഗിച്ചുള്ള ഭീഷണി ഉണ്ടായതിനാൽ ഈ മേഖലയിൽ നേരത്തെ കേസുകളിൽ പെട്ടവരെ ഉൾപ്പെടെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.